മലയാളികൾ കുറച്ച് പേരുണ്ടായിരുന്നു ഇതിനു മുമ്പ്, പക്ഷെ പലരും പോയി. ഇപ്പം ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ, 3-4 പേര്. നീ പറഞ്ഞ അവിടെ യുദ്ധം വരുമെന്നത്. നോക്കും, ഞാനിവിടെ മക്ഡൊണാൾഡ്സിൽ ചായ കുടിക്കാന്ന്. അതായത് യുദ്ധത്തിൻ്റെ തലേദിവസം പറഞ്ഞത്. തലേദിവസം അന്ന് രാവിലെ 4 മണിക്ക് ഒരു ബോംബ് സ്ഫോടനം കിട്ടണം ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഇന്ത്യക്കാർ ഒരു 16,000 ഓൾമോസ്റ്റ് 20,000 പേരോളം പഠിച്ചിരുന്നു അവിടെ ഈ യുക്രൈൻ്റെ ഉള്ളിൽ. കുപ്പികളിൽ മണ്ണെണ്ണമാരിൽ നിറച്ചിട്ട് പെട്രോൾ നിറച്ചിട്ട് ഇങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി കുപ്പികൾ കളക്ട് ചെയ്യുക, വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അത്രയ്ക്കൊരു ആൾക്കാരുടെ ഉള്ളിലൊരു ആവേശം വന്നിരുന്നത്. പിന്നെ നിങ്ങൾക്ക് കേട്ട തമാശയെന്ന് തോന്നും, അവിടെ ജനറേറ്റർ എന്നുള്ള ഇൻവെർട്ടർ എന്നുള്ള പരിപാടിയൊന്നും ആർക്കും അറിയില്ലായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ലൈറ്റ് ഇട്ടാലും അവിടെ ഒരു പ്രശ്നമില്ല, പറഞ്ഞ് വിശ്വസിക്കില്ല. എല്ലാവർക്കും ഈ പാട്രിയോട്ടിസം അങ്ങോട്ട് ഉണർന്നു. അവർ വരികയാണ്, ഞങ്ങൾ റെഡിയാണ് യുദ്ധത്തിന് എന്നുള്ളത് അങ്ങോട്ട് ഇറങ്ങി. ഡൊണാൾഡ് ട്രംപിൻ്റെ വരവോടുകൂടി യുക്രൈൻ യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതിനെക്കുറിച്ചുള്ള വ്യാപകമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ റഷ്യയിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും കൂടുതൽ നടക്കുന്നുണ്ട്. ട്രംപ് ജനുവരി 20-ാം തീയതിയാണ് ചുമതലയേൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളോടൊപ്പം ഇവിടെ സംഭാഷണത്തിന് എത്തിയിരിക്കുന്നത് യുക്രൈനിലെ പ്രമുഖ വ്യവസായിയായ UPR മേനോനാണ്. നമസ്കാരം. ഈ യുദ്ധകാലത്ത് അവിടെ ഉണ്ടായിരുന്ന മലയാളി സമൂഹത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഇവാക്വേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കേരളവുമായിട്ട് ചേർന്നൊരു പാലം പോലെ പ്രവർത്തിച്ചിരുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ പ്രത്യാശയുടെ ഒരു വാർത്തയൊക്കെ ആദ്യം കേട്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഏതൊരു യുദ്ധവും കുറേ നാൾ നീണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മടുപ്പ് വരും, സമാപ്തി ഉണ്ടാവണമെന്ന് രണ്ട് കൂട്ടർക്കും ആഗ്രഹമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഇവിടെ യുക്രൈൻകാർക്കും ആഗ്രഹമുണ്ട്, റഷ്യക്കാർക്കും ആഗ്രഹമുണ്ട്, മുഖം രക്ഷിച്ചുകൊണ്ടുള്ള ഒരു അതെ. അപ്പോൾ അത് ഏത് രീതിയിലൊരു കോംപ്രമൈസ് ആവും എന്നുള്ളതാണ് ഇനിയുള്ളത്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയിൽ പറഞ്ഞിരുന്നു 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിർത്തും. കാരണം അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ട്രംപ് ഒരു ബിസിനസ്മാൻ. 2, ട്രംപിന് പണ്ട് പുടിനായിട്ട് ഒരു സൗഹൃദ ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരുന്നു. 4മത്തത് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ 2 കൂട്ടർക്കും ഇതൊരു നിർത്തിയാൽ കൊള്ളാമെന്ന് ഒരു പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നിർത്തിയിരുന്നുള്ളതാണ്. കാരണം ഇത് 2014 സ്റ്റാറ്റസിലേക്ക് മാറുമോ, അതിപ്പോൾ ഇവർ ഈ റഷ്യ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഉക്രൈൻ അവിടെ കൂർസ്ക് എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ കൈമാറും? അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പലരും പറയണത് ട്രംപ് അവിടെ ചില കമ്മിറ്റികളൊക്കെ ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പറയണത്, കേൾക്കുന്നു. അങ്ങനെയാണ് ഇതെങ്ങനെ തീർക്കാൻ ധാരണയ്ക്ക് വേണ്ടി നിബന്ധനകൾ. അപ്പോൾ ചിലർ പറയണു ഈ ചില അവിടെ പറയണു ഇങ്ങനെ ഈ കോൺഫ്ലിക്റ്റുള്ള സ്ഥലങ്ങളിൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് വയ്ക്കുക തൽക്കാലം. പിന്നെ നാറ്റോയിലേക്ക് ചേർന്നത് കുറച്ച് കാലത്തേക്ക് പെൻഡിങ് വയ്ക്കുക. ഇങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങൾ ഇതിപ്പോൾ ഞാൻ കേൾക്കുന്ന ആളുകൾ ആരും പ്രത്യേകമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു വിശ്വാസം, അതിന് വിശ്വാസം വാസ്തവമായിട്ട് നടക്കുമല്ലോ എന്ന് നമുക്ക് ആൾ വന്നാലേ അറിയുള്ളൂ, ട്രംപ് വന്നാലേ അറിയുള്ളൂ. എല്ലാവരുടെയും ഒരു ഉള്ളിലൊരു വിശ്വാസമുണ്ട് എന്തെങ്കിലും ഒരു സംഗതി 20-ാം തീയതിയാണല്ലോ അദ്ദേഹം വരുന്നത്, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജനുവരി 20 ഒരു നിർണായക ദിവസമാണ് ആണെന്നാണ് ഒരു സാധ്യത കാണുന്നത്. അതിപ്പോൾ എങ്ങനെ ഈ 2 പേരെയും ഇരുത്തി ഈ കോംപ്രമൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഈ എന്താണ് ഈ ഡിസ്പ്യൂട്ട് സ്ഥലങ്ങൾ അതിൻ്റെയൊക്കെ അതിനനുസരിച്ചിരിക്കും. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ എന്നും മുമ്പെങ്ങും ഇല്ലാത്തൊരു പ്രത്യാശ ഉണ്ട് ഇപ്പോൾ. അവിടുത്തെ മലയാളികൾ ഇനി എന്താണ് മലയാളികളുടെ അവസ്ഥ? മലയാളികൾ കുറച്ച് പേരുണ്ടായിരുന്നു ഇതിനു മുമ്പ്, പക്ഷെ പലരും പോയി. ഇപ്പം ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ, 3-4 പേര്, ആകെ 4-5 പേര്. അതിൽ 4 പേര് എന്നെപ്പാലുള്ള അവിടെ കല്യാണം കഴിച്ച് ഉണ്ട്, അവിടെ താമസിക്കുന്ന കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ അവിടെ ജോലിയുള്ളതുകൊണ്ടും ഉള്ളതാണ്. പിന്നെയുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ സ്റ്റുഡൻസായിട്ടുള്ളവർ ഇപ്പോൾ 1, 2, 3, 4-ാം കോഴ്സ് വരെയുള്ള സ്റ്റുഡൻസ് പഠിച്ചിരുന്നത് പലരും വേറെ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ മൊൾദോവ, ജോർജിയ, അങ്ങനെയൊക്കെയുള്ള അർമേനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി. പക്ഷേ 5ഉം 6ഉം കോഴ്സിലുള്ളവർക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡറിനോട് അടുത്തുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവിടേക്ക് മാറി അവിടെ പഠിത്തം. അവിടെ ആകുമ്പോൾ ബോർഡറിനോട് അടുത്തുള്ളതിൻ്റെ അവരുടെ ഗുണം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള അറ്റാക്ക് കുറവും, കാരണം ബോർഡറാണല്ലോ, എന്തെങ്കിലും തോന്നിച്ചാൽ അവിടെ പോയി പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച് പേരുണ്ട്, ഒരു 1500 ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഇപ്പോൾ അവിടെ ഈ എല്ലാ സ്ഥലങ്ങളിൽ അവസാന കോഴ്സുകളിലൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് മലയാളികളുണ്ട് അവിടെ പഠിക്കുന്നുണ്ട്. അവരെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു പയ്യൻ
അവന് വിസ, കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ അവിടുന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഈ ഷെങ്കൻ വിസയിലുണ്ട് വരാൻ പറ്റില്ല. ഈ ഷെങ്കൻ വിസ കിട്ടുക വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതി, അവരങ്ങനെ തരില്ല. അപ്പോൾ അവിടെ നിന്ന് വരണമെങ്കിൽ ഈ ഷെങ്കൻ വിസ ആദ്യം എടുത്തിട്ട്, കാരണം അടുത്ത രാജ്യത്തേക്ക് വിട്ട് വേണം കയറാൻ. ശരി. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോരാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരു കുട്ടി അങ്ങനെ പെട്ട് കിടക്കുന്നത്, ഇപ്പം അയാൾ വന്നു, നാട്ടിലൊന്നുമല്ല, ഒരു മലയാളി. ഈ യുദ്ധത്തിൻ്റെ എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പം നഷ്ടം ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവൻ തന്നെയാണ്. എത്ര പേര് മരിച്ചിട്ടുണ്ടാവും ഈ 3 വർഷത്തിനിടയ്ക്കിൽ? ഒഫീഷ്യൽ വേർഷൻ എന്നുള്ള രീതിയിൽ 2 തരത്തിലും 2 രാജ്യങ്ങളും പറയുമല്ലോ. പറയും ഒരു ദിവസം 2000 ചില ആൾക്കാർ, റഷ്യൻ ആൾക്കാർ മരിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്, ഉക്രൈൻ പറയുന്നത്. പക്ഷേ ഉക്രൈനിലെ ആൾക്കാരും ഇഷ്ടമാതിരി പേര് മരിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ അതിനൊരു ഒഫീഷ്യൽ കണക്ക് ഇവർ പറയില്ല ചിലപ്പോൾ, കാരണം യുദ്ധം ചെയ്യുന്ന രാജ്യം പറയില്ല അങ്ങനെ, അത് അവർ അവസാനം. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ 2 സ്ഥലത്തും ആൾക്കാർ. ഈ മഞ്ഞുകാലം ഈ എല്ലാ യുദ്ധങ്ങൾക്കും വലിയ അതാണ് ഒരു പ്രതിസന്ധിയായിട്ട്. കാരണം ഈ മഞ്ഞുകാലത്തുള്ള അറ്റാക്ക് മുഴുവൻ വരുന്നത് ഇലക്ട്രിക് സ്റ്റേഷൻസും ഈ ഹീറ്റിംഗ് സിസ്റ്റം സെൻട്രലൈസ്ഡ് ആണ് ഓരോ വീടുകൾക്കകത്ത് ചൂടുവെള്ളം സർക്കുലേറ്റ് ചെയ്താണ് ചൂട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അറ്റാക്ക് വരുന്നത്. അത് വന്നു കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളം വരില്ല, ചൂട് വരില്ല. അപ്പോൾ ആൾക്കാർ നാച്ചുറലി ഇത് ചെയ്യും. ഇന്നിപ്പോൾ കീവിലല്ല, ഉക്രൈനിൽ പല സ്ഥലത്തും, എല്ലാ സ്ഥലത്തും ഗ്രാഫിക് ഉണ്ട്, നമ്മുടെ ഈ കറണ്ട് കട്ടിൻ്റെ. ഇപ്പോൾ രാവിലെ ഇന്നാകുമ്പോൾ എനിക്കറിയാം നാളെ ഇന്ന ടൈം മുതൽ ഇത്ര ടൈം വരെ ഉണ്ടാവില്ല, വൈകുന്നേരം ഇത്ര ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ അയാളുടെ ജീവിത രീതി അതിലേക്ക് മാറ്റും. ലിഫ്റ്റുള്ളവർ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ആ സമയത്ത് 18 മല 20 നല്ല താമസിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവന് താഴേക്ക് വരണ്ടേ, കുട്ടികളുള്ളവരുണ്ടാവും ചിലപ്പോൾ, കുട്ടികളെ നടക്കാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇറങ്ങി കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ജീവിത രീതി. പിന്നെ നിങ്ങൾക്ക് കേട്ട തമാശയെന്ന് തോന്നും, അവിടെ ജനറേറ്റർ എന്നുള്ള ഇൻവെർട്ടർ എന്നുള്ള പരിപാടിയൊന്നും ആർക്കും അറിയില്ലായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ലൈറ്റ് ഇട്ടാലും അവിടെ ഒരു പ്രശ്നമില്ല, അത്രയ്ക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്ന. ആ രാജ്യത്തിനെ പറ്റി ഇപ്പോൾ പറയണേ, ആ രാജ്യങ്ങളെ പറ്റി പറയണേ, മനസ്സിലല്ലേ? അപ്പോൾ അവർക്ക് ഇപ്പോൾ എല്ലാവരും ജനറേറ്ററൊക്കെ വന്നു തുടങ്ങി, ആൾക്കാർക്ക് ഇൻവെർട്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായി തുടങ്ങി. മുൻപ് അങ്ങനെ ഒരു സംഗതി അറിയില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ ആദ്യമേ ഈ കറണ്ട് കട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു നമുക്കൊരു ഇൻവെർട്ടർ, എന്ത് ഇൻവെർട്ടർ എന്ന് ചോദിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളിവിടെ ഇൻവെർട്ടറില്ലാത്ത വീടുകളോ ജനറില്ലാത്ത ഫ്ലാറ്റുകളോ നമുക്ക് ചിന്തിക്കില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ കീവ് വിട്ടിട്ട് ഒരു പലായനത്തിലായിരുന്നു. കീവിൽ നിന്നും ഒരുപാട് പേര് പോകുന്ന ഒരു കൂട്ടത്തിൽ നിങ്ങളും പോളണ്ടിന്റെ അതിർത്തിയിലേക്ക് പോകുന്ന ആ ഒരു യാത്രക്കിടയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് ആദ്യത്തെ ആ ഒരു യുദ്ധത്തിന്റെ ദിവസം ഒന്ന് ഓർത്തെടുക്കാം. അതായത് യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കൻ അവിടെ എംബസീസിൽ മെയിനായിട്ട് ഇതിങ്ങനെയുള്ള വാർണിംഗൊക്കെ തന്നെ അമേരിക്കൻ എംബസി, ജർമ്മൻ എംബസി, UK എംബസിക്കാണ് ഇങ്ങനെയുള്ള സിഗ്നൽസ് തരും. ഇവർ ഈ യുദ്ധം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് തുടങ്ങി, അവരുടെ എംബസി സ്റ്റാഫിനെ. ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ അന്നും ഞാൻ അടിവരയിട്ട് പറയണം, അന്നും ഉക്രൈനിലുള്ളവരും ഭൂരിഭാഗം ആൾക്കാർ കേട്ടോ, ഞാനിപ്പോൾ ഒരു വേറെ ഗവൺമെൻറ് എന്നുള്ള പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും എന്നെപ്പോലുള്ളവരും ഒരിക്കലും വിശ്വസിച്ചില്ല ഇങ്ങനെ ഒരു യുദ്ധം വരും എന്നുള്ളത്. കാരണം പ്രതീക്ഷിക്കാത്ത യുദ്ധമാണ്. കാരണം ഈ യുദ്ധം തുടങ്ങി പുടിൻ തന്നെ പറഞ്ഞു എനിക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യമില്ലെന്ന്. അങ്ങനെ ഇരുന്നൊരു ദിവസം, അതിൻ്റെ തലേ ദിവസം വരെ എന്നെ ഇവിടുന്ന് ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാനവിടെ ഒരു മക്ഡൊണാൾഡ്സിന് മുന്നിൽ ചായ കാണിക്കുകയോ കൊടുത്തു. നോക്കൂ, നീ പറഞ്ഞ അവിടെ യുദ്ധം വരുമെന്നാണ്, നോക്കൂ ഞാനിവിടെ ഒരു മക്ഡൊണാൾഡ്സിന് ചായ കുടിക്കാന്ന്. അതായത് യുദ്ധത്തിൻ്റെ തലേദിവസം പറഞ്ഞത്. തലേദിവസം അന്ന് രാവിലെ 4 മണിക്ക് ഒരു ബോംബ് സ്ഫോടനം കിട്ടണം ഞങ്ങളെല്ലാവരും ഇന്നിക്കണേ. 4 മണിയോട് കീവിലായിരുന്നു. കീവ് തന്നെ, കീവിൽ. അതായത് അവരുടെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ബേസുകളാണ് ഇപ്പോഴും സ്ഥലങ്ങൾ. അതായത് ഇപ്പോൾ ആർമി ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന ബേസ് തന്നെയാണ് ഇപ്പോഴും, അതിന് സ്ഥലം മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ മാപ്പ് ഈസ് അവൈലബിൾ, എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ അവരെ ഈ സ്ട്രാറ്റജിക് പോയിൻ്റ്, ആർമി പോയിന്റുകളാണ് അവർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് കീവിൻ്റെ പുറത്തുള്ള കീവിൻ്റെ ഉള്ളിലുള്ളതിലേക്കും ബോംബിങ് തുടങ്ങി. ആ ഒരു ഒച്ച കേട്ടാണ് എല്ലാവരും എണീറ്റ് തുടങ്ങിയതോടുകൂടി എല്ലാവരും സ്ഥലം വിടാൻ തുടങ്ങി. കാരണം ഈ സ്ഥലം വിടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നുമല്ല പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ബോർഡറിൻ്റെ അടുത്തേക്ക് പോകുക. അത് പോളിഷ്, അവിടെ റൊമേനിയ, പോളണ്ട്, സ്ലൊവാക്യ, അല്ലെങ്കിൽ ഹംഗറി, ആ ബോർഡറിലേക്ക്. അവിടെ ചാൻസ് കുറവാണ്, കാരണം അവിടെ അറ്റാക്ക് ചെയ്താൽ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഈ സംഗതി മാറില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മുഴുവൻ, അതായത് കംപ്ലീറ്റ്
ആൾക്കാർ പോകാൻ തുടങ്ങി. അല്ല അത് ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ റോഡുകളിലൊക്കെ വലിയ ബ്ലോക്കുകൾ, കിലോമീറ്ററുകളില്ല, പെട്രോളില്ല, സാധനം കിട്ടാനില്ല, പെട്രോളിന് വില കൂടി, പെട്രോൾ കിട്ടാനില്ല, കാരണം പെട്രോൾ വരുന്നില്ല. നല്ല പിന്നെ എല്ലാക്കിലും ബ്ലോക്ക്. അങ്ങനെ കീവിൽ നിന്ന് പുറപ്പെട്ടിട്ട് പിന്നെ എവിടെയായിരുന്നു? ഞാൻ 500 കിലോമീറ്റർ ദൂരത്തേക്ക് ഞാൻ പോയത്. അത് 500 കിലോമീറ്റർ. അത് സാധാരണഗതിയിൽ ഒരു അത് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടാണ്? അതെ, സാധാരണ ഒരു നോർമൽ രീതിയിൽ അവിടെ എത്താൻ വേണ്ടി ഒരു 6 മണിക്കൂർ മതി. 6 മണിക്കൂർ 500 രൂപ. ഞാനന്ന് എത്തി 2-2.5 ദിവസം കൊണ്ട് എത്തി. 2.5 ദിവസം കൊണ്ട്. ഏത് സ്ഥലമായിരുന്നു അത്? ലുബോവ് എന്ന് പറഞ്ഞ സ്ഥലം. ലുബോവ്, അതായത് പോളണ്ടിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. അതൊരു യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാറി. ഫാമിലി മൊത്തം അങ്ങോട്ട് മാറി. ഭാര്യയുടെ അമ്മ, പിന്നെ എൻ്റെ മകൻ കൂടെ അങ്ങോട്ട് മാറി താമസിച്ചു. അതുവരെ യുദ്ധം തുടങ്ങി ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് മാറി. കാരണം അതുവരെ ഞങ്ങളെല്ലാവരും അവിടെയുള്ള സ്റ്റുഡൻസിനേക്ക് മാറാനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു 10-15,000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരിൽ സ്റ്റുഡൻസ് അധികം ഉണ്ടായിരുന്നത് ഈ യുദ്ധം രൂക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഹാർക്കോവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ യുദ്ധം നല്ല രൂക്ഷമായിരിക്കുന്ന സ്ഥലങ്ങൾ. അവിടുന്ന് പിള്ളേർ, അവിടെ ഒരു കുട്ടി മരിക്കുകയൊക്കെ ഉണ്ടായി ഈ ഇത് അറ്റാക്കിൽ. അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരിക. അത് ഇന്ത്യക്കാരായ ഒരു 16,000 ഓൾമോസ്റ്റ് 20,000 പേരോളം പഠിച്ചിരുന്നു അവിടെ ഈ യുക്രൈൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെ മാറ്റാൻ വേണ്ടിയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബസി എന്ന് പറഞ്ഞാൽ എംബസി ഒരു ചെറിയ എംബസി ആയിരുന്നു. 4-5 പേരുള്ളൊരു എംബസിയാണ്. വലിയ, കാരണം ഉക്രൈനുമായിട്ട് ഇന്ത്യക്ക് അത്രയ്ക്ക് വലിയ വ്യാപാര ബന്ധങ്ങളൊന്നുമില്ല. കുറച്ച് ആർമിയുടെ സാധനങ്ങൾ അവിടെ നിന്നുണ്ട്, ഹെലികോപ്റ്റർ പാർട്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു, പോർട്ട് വഴി ഇന്ത്യൻ കപ്പൽ വരും. അങ്ങനെയുള്ള ഫെസിലിറ്റിന് വേണ്ടി മാത്രം ഒരു എംബസി ആയിരുന്നു അത്. അതിനുശേഷമാണ് ഈ സ്റ്റുഡൻസ് വന്നു തുടങ്ങി. സ്റ്റുഡൻസ് വന്നപ്പോഴാണ് അവിടെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, ഇന്ത്യക്കാരിൽ പകുതിയിലധികം സ്റ്റുഡൻസാണ്, അല്ലാണ്ട് ജോലിയുള്ളവരല്ല അവിടെ. അപ്പോഴാണ് ഈ എംബസി. ആ സമയത്ത് ഈ ഇവാക്വേഷൻ്റെ സമയത്തൊക്കെ കേരള ഗവൺമെൻറ് സാറുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ആക്ടിവിറ്റിയിൽ അവിടെ അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ എങ്ങനെ പോകേണ്ടത് എന്നോട് ഇഷ്ടംമാരെ ആൾക്കാർ വിളിച്ചു ചോദിച്ചിരുന്നു. ഇപ്പോൾ മലയാളികളെ വിളിക്കും എങ്ങനെ. ഞാൻ എല്ലാവരോടും, കാരണം എല്ലാവർക്കും പാനിക്കാണ്, ഓടണം ചാടും. യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോകാന്നുള്ളതാണ്. കാരണം ബോംബ് വരുമ്പോൾ അവിടെ ദിവസങ്ങളോളം താമസിക്കാം. മറ്റേ ഭക്ഷണം ഉൾപ്പെടെ ഭക്ഷണമൊക്കെ കൊണ്ടുവരും, ആൾക്കാർ കൊണ്ടുപോകാം അവിടെ. അവർ പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. തണുപ്പുള്ള സ്ഥലം, അതിൻ്റെ ഉള്ളിൽ തണുപ്പുണ്ടാവും. അപ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ടാണ് പോകണം അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെയുള്ള സംഗതികൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കാരണം പുതിയ ബിൽഡിങ്ങിലൊന്നുമില്ല. അപ്പോൾ പുതിയ ബിൽഡിങ്ങിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിലാകും ആൾക്കാർ. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയുള്ളിൽ കിടക്കും, അല്ലെങ്കിൽ നിലത്ത് ആൾക്കാരെല്ലാവരും സൗഹൃദമായിട്ട് എടുക്കും. ഭക്ഷണം തുടക്ക ദിവസങ്ങളിൽ ഭക്ഷണമില്ല. കാരണം കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ വാങ്ങിച്ചു കൂട്ടി, വെള്ളമൊക്കെ വാങ്ങിച്ചു കൂട്ടി വെച്ചൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം. അല്ല, അന്നത്തെ കാലത്ത് ഈ 500 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് ഇത്രയും കുറേ കാലം താമസിച്ചത്? കുറേ കാലം അവിടെ ചെന്നൈ, അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൈറൻ വരും. സൈറൻ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെയാണ് താമസിച്ചത്? അവിടെ വീട് വാടകയ്ക്ക് എടുത്തു, ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത്. ശരി, എത്ര കാലം താമസിച്ചു? ഞാനൊരു 2.5-3 മാസത്തോളം താമസിച്ചു. 3 മാസത്തോളം. കീവിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴേക്കും കുറേ ഈ എയർ ഡിഫൻസൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി. കാരണം സാധനങ്ങളും ഒക്കെ യൂറോപ്യൻ യൂണിയൻ്റെ സഹായങ്ങളൊക്കെ കിട്ടി തുടങ്ങി, അവിടെ നിന്നുള്ള ആയുധങ്ങളൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ അവരാദ്യമേ കീവാണ് അവരാദ്യം ശക്തിപ്പെടുത്തുക, അവരുടെ എയർ ഡിഫൻസ് വേണ്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സംഗതി കീവിലാണ് കൂടുതലുള്ളത്. 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഷൽ ലോ ആണ്, രാവിലെ 6 മണി വരെ. മാർഷൽ പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പോഴും 3 വർഷമായിട്ട് എങ്ങനെയാണ്? 3 വർഷമായിട്ട്. അതുപോലെ ഈ അവിടെ 3 വർഷമായിട്ട് ഈ വ്യോമഗതാഗതം ഇപ്പോൾ ഫ്ലൈറ്റുകളിലെ 3 വർഷമായിട്ടില്ല. ഫെബ്രുവരി 24 ക്ലോസ് ചെയ്താണ് അത് ഇതുവരെ തന്നെ. അല്ല, ഈ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്തിരുന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമായിട്ട് തോന്നും. കാരണം നമ്മുടെ ഇവിടെ ഒരു മൂടൽമഞ്ഞ് കാരണം വിമാനം തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പോലും അതൊരു വാർത്തയാണ്. ഇതിപ്പോൾ 3 വർഷമായിട്ട് നിങ്ങളുടെ മറ്റ് ഗതാഗതം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഒന്നുമില്ല കാറ്, അല്ലെങ്കിൽ ബസ്, അല്ലെങ്കിൽ ട്രെയിൻ, ഇത് മുഖേന ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാം. ശരി, പോളണ്ടിലേക്കോ? പോളണ്ട്, ഹംഗറി, അങ്ങനെ ഒരു രാജ്യത്തോട്ട് അവിടുന്ന് പ്ലെയിൻ പിടിച്ചു വരും. അല്ല, അന്നത്തെ കാലത്ത് അന്ന് യുദ്ധം തുടങ്ങിയ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം ജയിക്കുന്നുള്ള രീതിയിൽ ആണ് റഷ്യ പ്രഖ്യാപിച്ചിരുന്നത്. അഫ്ഗാനിസ്ഥാൻ കാലത്ത് റഷ്യൻ സൈന്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ അവസാനം അവിടുന്ന് അന്ന് ഈ യുദ്ധം ചെയ്യാൻ പോയിരുന്ന ആൾക്കാർ, അവരുടെ പ്രായം ഏകദേശം ഇപ്പോൾ ഒരു 50-55 വയസ്സുള്ള പ്രായമുള്ളവരാണ്. അവരെല്ലാവരും യുദ്ധത്തിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, എല്ലാവർക്കും ഈ പാട്രിയോട്ടിസം അങ്ങോട്ട് ഉണർന്നു. അവർ വരികയാണ്, ഞങ്ങൾ റെഡിയാണ് യുദ്ധത്തിന് എന്നുള്ളത് അങ്ങോട്ട് ഇറങ്ങി.
യുക്രൈൻകാർ ഉക്രൈൻകാർ അത് വാസ്തവം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല. റഷ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉണർവ് ആൾക്കാരിലുണ്ടായി. അല്ല, അത് അന്ന് ഈ വീട്ടമ്മമാർ വരെ ഈ നമ്മുടെ പെട്രോൾ ബോംബ് മോളത്തോഫ് എന്ന് പറയുന്ന സാധനം കുപ്പികളിൽ മണ്ണെണ്ണമാരിൽ നിറച്ചിട്ട് പെട്രോൾ നിറച്ചിട്ട് ഇങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി കുപ്പികൾ കളക്ട് ചെയ്യുക, വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അത്രയ്ക്കൊരു ആൾക്കാരുടെ ഉള്ളിലൊരു ആവേശം വന്നിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് പ്രതീക്ഷിച്ചില്ല. അതാണ് പറ്റാണ്ട് പോയത്. അപ്പോൾ അത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങളും മാറിയത്? ഉറ്റ ബന്ധുക്കളുണ്ട് റഷ്യയിലും, അവരുടെ ഉറ്റ ബന്ധുക്കളുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാത്ത സ്ഥിതിയിലായി. ഓരോരുത്തരും വെറുപ്പ് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറി. റഷ്യ എന്നുള്ളൊരു സംഗതിയോട് വളരെ സത്യവാസം തോന്നുന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് എല്ലാവരുടെ ഇടയിൽ. സമൂഹം എന്നുള്ള രീതിയിൽ യുക്രൈനും റഷ്യയും എങ്ങനെ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു സമൂഹത്തിൽ? ഇപ്പം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പല റഷ്യൻ അവർ തമ്മിൽ കൺഫ്ലിക്റ്റ് ആയിരുന്നെങ്കിലും പല റഷ്യൻ കമ്പനികളോട് വർക്ക് ചെയ്തിരുന്നു, പല റഷ്യൻ സാധനങ്ങളും വന്നിരുന്നു. ഇപ്പോൾ ഒന്നും വരില്ല. എല്ലാ റഷ്യൻ റിലേറ്റഡ് കമ്പനികൾ എല്ലാവരും അവർ പൂട്ടിക്കും. ശരി. കാരണം ആരുടെയെങ്കിലും ഫൈനൽ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ബെനിഫിഷ്യറി റഷ്യക്കാരനാണെങ്കിൽ ദാറ്റ് കമ്പനി കാനോട്ട് വർക്ക് ദർ. റഷ്യയിലും അങ്ങനെ തന്നെയാണ്. റഷ്യയിലും അങ്ങനെ തന്നെയാണ്. ഈ സാമ്പത്തിക രംഗമൊക്കെ എങ്ങനെയാണ്? വിലക്കയറ്റം അതുപോലുള്ള ഇപ്പോൾ ഈ പല രാജ്യങ്ങളിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ബോർഡർ സംഗതികളൊക്കെ ഉണ്ട്. ഈ ഹെർസോൺ, സപ്പറോഷ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് സാധാരണ രീതിയിൽ ഈ സമ്മർ ആകുമ്പോൾ ഫ്രൂട്ട്സൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. ഇന്നിപ്പോൾ പകുതി അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഈ സമ്മറിലൊക്കെ ഈ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്. പണ്ടൊക്കെ ഞങ്ങൾ തക്കാളിയൊക്കെ കാലത്ത് വെറുതെ കളഞ്ഞിരുന്ന കാലങ്ങളാണ്. ഇന്നിപ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ പുറമേ നിന്ന് ഇപ്പോൾ യൂറോപ്പിൽ നിന്നാണ് കുറേ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് കൂടിയ കാരണം അതിൻ്റെ വില കൂടും. അപ്പോൾ വിലകൾ വളരെ നന്നായിട്ട് വളരെ കൂടി. പിന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ വളരെ അധികം ഇതായി. കാരണം അല്ല, ഈ മരുന്നുകളുടെ ഏതൊക്കെയോ മരുന്നുകളുടെ കാര്യം പണ്ട് മരുന്നുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ മരുന്നുകളും ഒരുമാതിരി രീതിയിൽ പോയിരുന്നു നോക്കുകയാണെങ്കിൽ പറയാം. പല സെക്ടർ എല്ലാവരും ഉണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ, വയോവൃദ്ധന്മാർ. പിന്നെ അവർ ഗവൺമെൻറ് പർച്ചേസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇഷ്ടംമാതിരി ഈ ഓങ്കോളജി, HIV, ട്യൂബർക്കുലോസിസ് മരുന്നുകളൊക്കെ വാങ്ങിച്ചിരുന്നു. ക്യാൻസറിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു 48 മില്യൺ ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു 10 മില്യൺ ആൾക്കാർ പുറമെ പോയി കഴിഞ്ഞു. അതിലധികം പോയിരിക്കുന്ന സ്ത്രീകളും കുട്ടികളാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള മരുന്നിൻ്റെ ഒന്നും ഇപ്പോൾ ഇല്ല. അത് വളരെ കുറഞ്ഞു ഉപയോഗം ആൾക്കാർ. ഇപ്പോൾ കൂടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വയോവൃദ്ധന്മാർ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഈ യുദ്ധം കൊണ്ടുണ്ടായ മാനസിക സമ്മർദ്ദം, മാനസിക രോഗങ്ങൾ, പ്രഷറിൻ്റെ ഉള്ള മരുന്നുകൾ, ഡയബറ്റീസ് മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളുടെയൊക്കെയാണ് ഇപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്ക് അവിടെ ആവശ്യം വരുന്നത്. പിന്നെ അതേമാതിരി കോസ്മെറ്റിക് എടുക്കുകയാണെങ്കിൽ അതൊക്കെ കുറഞ്ഞു. കാരണം ഈ കോസ്മെറ്റിക്സ് സാധാരണ ഇതിൽ ഈ സ്ത്രീകളില്ല. അവർ പകുതി ആൾക്കാരൊക്കെ പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇപ്പോൾ യുക്രൈൻ വിട്ട് പോകാൻ പാടുള്ളൂ. ശരി. അങ്ങനെയുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ. കുട്ടികൾ എന്ന് വെച്ചാൽ 18 വയസ്സ് വരെ. എത്ര വയസ്സ് വരെയുള്ളവർക്ക് അവിടെ തുടരണം? 18 വയസ്സ് കഴിഞ്ഞാൽ, അതായത് സൈനിക സേവനത്തിന് പറ്റുന്ന ആളുകൾ 18 വരെ 60 വയസ്സുള്ള ആൾക്കാർ അവിടെ നിൽക്കണം എന്നാണ്. അത് പുറത്തേക്ക് അനുവദിക്കില്ല. അനുവദിക്കണമെങ്കിൽ എന്തെങ്കിലും. ഇപ്പോഴും ഈ ബോർഡറുകളിൽ, ഇപ്പോൾ പോളണ്ടിൻ്റെയൊക്കെ ബോർഡറുകളിൽ നല്ല തിരക്കുണ്ട്. ആൾക്കാർ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ. അവരിടയ്ക്ക് വരും ഇവിടെ വന്ന്. പിന്നെ കുട്ടികളൊക്കെ അവിടെ പഠനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള ഈ എന്താണ് ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ അവർ അമ്മയച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. ചിലർ വയസ്സായവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അവിടെ പോയി പിന്നെ രണ്ടാമതൊരു ജീവിതം തുടങ്ങാന്നൊക്കെ. ഇതിന് റിയൽ എസ്റ്റേറ്റ് രംഗത്തോ അല്ലെങ്കിൽ മറ്റ് എല്ലാ മേഖലകളിലും ഇപ്പോൾ കയറ്റുമതി ഇറക്കുമതി എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? ഉണ്ടോ? അതേ ഉള്ളൂ. കാരണം കയറ്റുമതി എന്നുള്ള ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പോയിരുന്നത് ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ ഈ വീറ്റ് ബാസ്ക്കറ്റ് എന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ വീറ്റ് ബാസ്ക്കറ്റാണ് യുക്രൈൻ. അത് പോളണ്ട് മുഴുവൻ കപ്പൽ വഴി പോയിരുന്നത്. അതിപ്പോൾ നടക്കണില്ല. കാരണം അവിടെ യുദ്ധം. പിന്നെ അവർ പോളണ്ട് വഴി ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഒരു വില കൂടും. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള വിഷമങ്ങൾ. ഇവിടേക്ക് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും കൊണ്ട് വഴി വരണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാങ്കിങ് രംഗമൊക്കെ എങ്ങനെയാണ്? ബാങ്കിങ് രംഗങ്ങൾ അബ്സല്യൂട്ട്ലി വർക്കിംഗ് പ്രോപ്പർലി, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. റഷ്യക്ക് ചില പ്രശ്നങ്ങളുണ്ട്. റഷ്യൻ അവിടെ ഈ മറ്റേ സാങ്ഷൻ കാരണം പല ബാങ്കുകളും വർക്ക് ചെയ്യുന്നില്ല, പല കാർഡുകളും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വിസ കാർഡ് ഒക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ. ആ കാലത്ത് എങ്ങനെ അവിടെ എത്തി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പശ്ചാത്തലം, അവിടെ പോയതിൻ്റെയും? ഉക്രൈനിലെ എൻ്റെ ജോലികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കൺസൾട്ടൻ്റും ആയിരുന്നു. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഈ പണ്ട് മുതൽ ഇപ്പോൾ ഞാൻ ഉക്രൈൻ എന്ന് പറഞ്ഞൊരു മൈഗ്രൻ്റ് ഫ്രണ്ട്ലി കൺട്രി അല്ല. ഒരു സോവിയറ്റ് കൺട്രീസും അങ്ങനെ അല്ല. കാരണം അവിടെ ജോലി ചെയ്യാനൊന്നും ആൾക്കാർ പോരുന്നില്ല. ഈ നമ്മൾ ദുബായിലേക്കോ അവിടേക്കോ അങ്ങനെ പോരുന്നില്ല ആരും. അല്ല, ചർച്ചകളിൽ തന്നെ വന്നത് ഈ യുദ്ധത്തോടു കൂടിയാണ് പേര്. അതെ. അപ്പോൾ അവിടെ വന്നിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞതിന് ശേഷം വന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇഷ്ടമായ ആൾക്കാർ വരും. പിന്നെ എന്നെ പോലെയുള്ളവർ, അതായത് അവിടെ കല്യാണം കഴിച്ചവർ അവിടെ ജോലിക്ക് വേണ്ടി വന്നിരുന്നു. അങ്ങനെയുള്ളവർ ചില ബിസിനസ് തുടങ്ങി. അങ്ങനെ പിന്നെ ചില അവിടെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വളരെ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ കമ്പനികളുടെയും റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ട്. അതായത് പണ്ട് മുതലേ സോവിയറ്റ് യൂണിയൻ കാലം മുതൽ ഇന്ത്യൻ മെഡിസിനോട് അവർക്ക് താല്പര്യമുണ്ട്. അതൊന്ന് ഈ നല്ല മെഡിസിനുള്ളതും പിന്നെ വില കുറഞ്ഞ ഒരു ഇതായതുകൊണ്ടാണ് താല്പര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ മെറ്റൽ ഇൻഡസ്ട്രി, അങ്ങനെ ചെറിയ ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ ഒരു വലിയതായിട്ടുള്ളൊരു ഡയാസ്പോറുള്ള സ്ഥലം അല്ലാതെ ഏത് ഇപ്പോൾ എടുത്തു നോക്കിയാലും റഷ്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാലും നമ്മൾ പഴയ ഇപ്പോൾ അമേരിക്ക, UK അല്ലെങ്കിൽ ദുബായ് എന്നുള്ള മാതിരിയുള്ളൊന്നും അത്രയ്ക്ക് വലിയ ഡയാസ്പോറൊന്നും അവിടെ ഇല്ല. അത് ഞാനിവിടുന്ന് പോയത് 1980-ലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു ക്ലോസ്ഡ് കൺട്രി, അതായത് അവിടെ വേറെ രാജ്യത്തെ ആൾക്കാരെ ജോലിക്ക് പോകുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അവിടെ സ്റ്റുഡൻസായിട്ട് സർക്കാർ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ചിലവിൽ പഠിക്കുന്ന ഇഷ്ടംമാതിരി സ്റ്റുഡൻസ്, പല സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, വേറെ അവർ സഹായം കൊടുക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ, അതിലൊന്ന് ഇന്ത്യ. അപ്പോൾ ഇവിടുന്ന് പല രീതിയിലും ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി, പിന്നെ പാർട്ടി സ്പോൺസേഡ്, അങ്ങനെ പല രീതിയിലും ആൾക്കാർ വരുന്നു. അങ്ങനെ സോവിയറ്റ് കൾച്ചറൽ അവരുടെ വഴിയാണ് ഞാൻ അവിടെ എത്തിപ്പറ്റിയത്. അന്നത്തെ കാലത്ത് സ്റ്റുഡൻസും മാത്രമാണ് ഒരു ഫോറിനർ എന്നുള്ള രീതിയിൽ അവിടെ കാണാൻ പറ്റുന്ന അധികവും. പിന്നെ അല്ലെങ്കിൽ പിന്നെ എംബസി സ്റ്റാഫ്, പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില ഇന്ത്യൻ സൈഡ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ചില ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് ഗവൺമെൻറ് നടത്തുന്നവർ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ മാതിരി ഒരു വിദേശികളുടെ അങ്ങനെ എവിടെ ചെത്താലും വിദേശികൾ കാണാൻ അങ്ങനെ പരിപാടി അതിപ്പോഴും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു രാജ്യമായിരുന്നു അത്. ആ കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ബ്രഷ്നേവിൻ്റെ കാലത്താണ് പഠിക്കുന്നത്. ബ്രഷ്നേവായിരുന്നു ഭരിച്ചിരുന്നത്. ബ്രഷ്നേവിന് ശേഷം അന്ത്രോപ്പോവ്, അത് കഴിഞ്ഞ ശേഷം ചെർനെൻകോ, അതിനുശേഷം ഗർബച്ചോവ്, അങ്ങനെയാണ് അതിൻ്റെ എവല്യൂഷൻ വന്നത്. എൽസിൻ അതിന് ശേഷമാണ് വന്നത്. അത് അവരുടെ സോവിയറ്റ് യൂണിയൻ ഡിസൻറ്റിഗ്രേഷൻ 1991 വന്നതിന് ശേഷമാണ് ഒരു മാറ്റങ്ങൾ വന്ന്, അതിനുശേഷം എൽസിൻ വന്നു. അതിനുശേഷമാണ് എൽസിൻ കൊണ്ടുവന്ന ആളാണ് ഈ പുടിൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ KGBയുടെ ജോലി ചെയ്യുന്നൊരു സഖാവാണ് ഈ അന്നത്തെ സഖാവ്, ഇന്നല്ല, ആണ് പുടിൻ. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടുന്ന് എറണാകുളത്ത് ഏത് പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ എറണാകുളം UC കോളേജിലാണ് ഞാൻ എൻ്റെ BSc കഴിഞ്ഞിരുന്നത്. അതിനുശേഷം BSc കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത്. അതിനു മുമ്പ് എറണാകുളം ഇവിടെ പ്രീ ഡിഗ്രി ഭാരതമാതാ കോളേജ്, അത് കഴിഞ്ഞ് UC കോളേജ്, അതിനുശേഷമാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെല്ലുമ്പോഴുള്ളൊരു അന്തരീക്ഷം എന്തായിരുന്നു? അവിടെ ഇപ്പം ഇത്രയും ദൂരം, ഇന്ന് നമ്മൾ വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഗതിയാണ്. ഇപ്പം ഒരുപാട് ആളുകൾ എല്ലാ വീടുകളിലും എന്നുള്ളതുപോലെ തന്നെ ഒരാൾ പുറത്ത് പഠിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. പക്ഷേ അന്നത്തെ കാലത്ത് അത് വളരെ അപൂർവമാണ്. അപ്പോൾ അത് അങ്ങനെ ദീർഘമായിട്ടുള്ളൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട്, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു 15 ഒരു ചെറിയ റിപ്പബ്ലിക്കുകളുടെ ഇതാണ് സോവിയറ്റ് യൂണിയൻ. ഓരോ റിപ്പബ്ലിക്കിനും അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ എൻ്റെ സോവിയറ്റ് യൂണിയനിൽ സംസാരിക്കുന്ന റഷ്യൻ ലാംഗ്വേജാണ്. അപ്പോൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും പഠനം മുഴുവൻ റഷ്യൻ ലാംഗ്വേജാണ്. അപ്പോൾ ആ രാജ്യത്തെ, ഞാൻ ഒരു ഉക്രൈനിൽ പഠിക്കുന്ന ആൾക്ക് ഉക്രൈനിയൻ ലാംഗ്വേജ് അവിടെ ഉണ്ടെങ്കിലും പഠനം നടത്തിയിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം നടത്തുന്നത് റഷ്യൻ ലാംഗ്വേജ്. അപ്പോൾ എല്ലാത്തിലും റഷ്യൻ ലാംഗ്വേജാണ്. അപ്പോൾ നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇംഗ്ലീഷ് പറയില്ല. റഷ്യൻ പറഞ്ഞ അല്ലാണ്ട് ഇങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് അവിടെ കിട്ടില്ല.
അപ്പോൾ പഠന രീതിയിലുള്ള ഭയങ്കരമായ ഒരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ കിട്ടും. ഹോസ്റ്റലിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് ഇപ്പോൾ 3 പേരാണ് ഒരു മുറിയിലുള്ളതെങ്കിൽ 2 പേര് ലോക്കൽ ആൾക്കാരായിരിക്കും, വെച്ചാൽ റഷ്യൻ പറയുന്നത്, ഒരാൾ ഫോറിൻ. ഇപ്പം ഞാൻ പറഞ്ഞ ആൾക്ക് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കൊരു പിടിയും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുന്ന കോഴ്സാണ്. അപ്പോൾ നമ്മളപ്പോൾ ചെയ്യുന്ന ഇന്നിപ്പം നമ്മൾ ലാംഗ്വേജിൽ അവർ പഠിപ്പിക്കുന്ന ടീച്ചർക്കും ഈ റഷ്യൻ ലാംഗ്വേജ് അല്ലാണ്ട് വേറൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവർ രാവിലെ കുറേ പടങ്ങളൊക്കെ ആയിട്ട് വരും. അവരൊരു പശുവിൻ്റെ പടം കാണിച്ചിട്ട് പശുവിനുള്ള ആ വേർഡ് പറഞ്ഞിട്ട് നമ്മളെ പശുവാണെന്ന് മനസ്സിലാക്കും. അതേമാതിരി അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള പടങ്ങൾ. പിന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന വെച്ചാൽ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ ഈ കൂടെയുള്ളവന്മാരോട് പഠിച്ച സാധനങ്ങൾ മുഴുവൻ പറയാം. അതല്ലാണ്ട് വേറൊന്നും അവരോട് പറയാൻ നമ്മളിലില്ല. പഠിപ്പിച്ച് ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ പറയുകയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും സാമാന്യ തിരക്കില്ലാണ്ട് ആ ലാംഗ്വേജ് പറയാൻ പഠിക്കും. കാരണം നിങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. കൂടെ താമസിക്കണം, എവിടെ പോകണമെങ്കിലും കടയിൽ പോകണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ ലാംഗ്വേജ് പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ ആ ലാംഗ്വേജ് പഠനം വളരെയധികം ഒരു എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് സംഗതിയായിരുന്നു അത് തുടക്കത്തിൽ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയാത്തവന്മാർ നമ്മളെങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ അതൊന്നുമല്ല, അത് വളരെ രസകരമായ സംഗതിയായിരുന്നു. അതിനുശേഷം നിങ്ങളെ അത് ലാംഗ്വേജ് പഠിക്കുന്ന സ്ഥലത്തു നിന്ന് പിന്നെ നിങ്ങൾ വേറൊരു ദിക്കിലേക്ക് പറഞ്ഞയക്കും, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അതെവിടെ അവർ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ അവിടെ പിന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുക. റഷ്യക്കാരെ സംബന്ധിച്ചോളം അന്ന് റഷ്യക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും സോവിയറ്റ് യൂണിയനിൽ ആൾക്കാർ റഷ്യക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉക്രൈനിലുള്ളവരെയും നമ്മളൊരു അങ്ങനെയല്ല ശരിക്കും അവിടെ ചെല്ലുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. പറയുമ്പോൾ ഉക്രൈൻകാർ, ഉസ്ബെക്കാർ എന്നാ പറയാം. അപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചോളം സോവിയറ്റ് യൂണിയൻ എന്നുള്ളൊരു റഷ്യ എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അവരെ പല ദിക്കിലേക്കും പറഞ്ഞു വിടും. ഇപ്പോൾ ഒരു ഉക്രൈനിൽ പഠിച്ചവൻ പോകുന്നത് ചിലപ്പോൾ സൈബീരിയയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്, ജോലി കിട്ടി പോകുന്നത്. അത് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കൂടെ അവർ ജോലി ചെയ്തോളണം. അത് ഓരോ സ്ഥലങ്ങളനുസരിച്ച് അവർക്ക് കിട്ടുന്ന പൈസയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സ്ട്രീം കോൾഡുള്ള സ്ഥലത്തും എക്സ്ട്രീം ക്ലൈമറ്റിൽ വ്യത്യാസമുള്ള സ്ഥലത്തും അല്ലെങ്കിൽ കുറച്ച് താമസം ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ അവിടെ ചെന്ന് പൈസ കൂടുതലിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവറിത്തിങ് വാസ് ടുക്ക്ഡ് ആഫ്റ്റർ ബൈ ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് അവിടെ നടന്നിരുന്നത്. പക്ഷേ അതിൻ്റേതായ ചില എതിർവശങ്ങളുണ്ട്. ആ എതിർവശങ്ങളുടെ കൂമ്പാരം കൂടിയിട്ടാണ് ഇങ്ങനൊരു ഡിസെൻഗ്രേഷനിലേക്ക് അത് എത്തിയത്. അല്ല, അന്നത്തെ കാലത്ത് ഈ 2 ഭാഗമായിട്ട് 2 ചേരിയായിട്ട് ലോകം നിൽക്കുക എന്നുള്ളൊരിതായിരുന്നു. ഒരു ഭാഗത്ത് റഷ്യയും മറുഭാഗത്ത് അമേരിക്കയും. അപ്പോൾ അവരുടെ ശീതസമരം അങ്ങനെയുള്ള സംഗതികൾ, അതുപോലെ ശാസ്ത്ര രംഗത്താണെങ്കിലും അല്ലെങ്കിൽ ഗവേഷണ രംഗത്താണെങ്കിലും സൈനിക മേഖലയിലാണെങ്കിലും ഒക്കെ മത്സരങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള കഴുത്തറപ്പൻ, ഒരു വല്ലാത്തൊരു മത്സരവും അതിൻ്റെ കൂടെ കിട്ടുന്ന നേട്ടങ്ങളും അതും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സോവിയറ്റ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഈസ്റ്റേൺ യൂറോപ്പ് ബ്ലോക്ക്. ആ ഒരു ബ്ലോക്കിൽ ഉള്ള അവരുടെ പുരോഗതികളാണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള മുതലാളിത്ത രാഷ്ട്രത്തിൽ അവിടെയുള്ള കേടുകൾ എന്താണെന്നുള്ളത് അതും പഠിപ്പിക്കും. അങ്ങനെയാണ് പഠന രീതി. അതുമല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലായാലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായാലും ഒരു അഗ്രികൾച്ചർ കോളേജിലായാലും പൊളിറ്റിക്കൽ എക്കണോമിയും സയൻറ്റിഫിക് കമ്മ്യൂണിസം പഠിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതിന് എക്സാം വരെ ഉണ്ട്. അതായത് ഫൈനൽ ഇയർ നമ്മളൊരു അതിന് പറയുന്ന ഗവൺമെൻറ് എക്സാം, സ്റ്റേറ്റ് എക്സാം, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഏത് കോഴ്സാണെങ്കിലും പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് സയൻറ്റിഫിക് കമ്മ്യൂണിസം പഠിക്കണം. അപ്പോൾ നമ്മൾ അവസാനത്തെ കൊല്ലം നമ്മൾ ഡിപ്ലോമിന് വേണ്ടി, നമ്മൾ ഡിഗ്രിക്ക് ഡിപ്ലോമ എന്നവിടെ പറയാം, ഡിപ്ലോമിന് വേണ്ടി കൊടുക്കണം പരീക്ഷയ്ക്ക് ഈ പരീക്ഷയും കൊടുക്കണം, എന്നാലേ പാസ്സാവുള്ളൂ, ഡിപ്ലോമ കിട്ടുള്ളൂ. ഈ 2 നമ്മൾ അവർ പഠിപ്പിക്കും. അത് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ സോവിയറ്റ് ബ്ലോക്കിൻ്റെ ഇത് എങ്ങനെയാണെന്നുള്ള രീതി. അല്ല, അന്നത്തെ കാലത്ത് ഈ കമ്മ്യൂണിസം എന്നുള്ളത് ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു മോചനത്തിൻ്റെ വഴിയൊരു ആ തരത്തിലുള്ളൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഉദയവും അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു, ആ സ്വപ്നത്തിൻ്റെ ഒപ്പം നടക്കുന്നു, അങ്ങനെ കോടാനുകോടി മനുഷ്യർ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ USSR ഇങ്ങനെ? ഞാനും അല്ല, എന്നെപ്പോലെ അവിടെ ചെന്ന് കണ്ട് പലരും അതൊരു എന്താണ്, തുടക്കത്തിൽ അത് അങ്ങനെ ആയിരുന്നെങ്കിലും അത് അവസാനം ഒരു 2 ക്ലാസ്സിലേക്ക് മാറിപ്പോയി. അതായത് ഭരിക്കുന്നവർ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സും ഭരിക്കപ്പെടുന്നവർ ഒരു അണ്ടർ പ്രിവിലേജ് ക്ലാസ് എന്ന നിലയിലേക്ക് മാറിപ്പോയി. കാരണം പല ഗുണങ്ങളും ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതേസമയത്ത് ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാമായിരുന്നെങ്കിലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു കൺഫ്ലിക്റ്റിലേക്ക് നയിച്ചു. അവർക്ക് അവരാണല്ലോ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ആവണം എന്നുള്ളത്. പക്ഷെ അവരങ്ങനെയല്ല ജീവിക്കണേ. അപ്പോൾ എന്തുകൊണ്ട് നമുക്കങ്ങനെ ജീവിച്ചുകൂടാന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോഴാണ്. പിന്നെ ഈ ഓരോ റിപ്പബ്ലിക്കിനും അവരുടേതായിട്ടുള്ള
സ്വത്വത്തിൻ്റെ പല ദിക്കിലും അന്നും ചരിത്രം ഈ ലിത്വ ലാത്വേനിയ എസ്റ്റോണിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത് സ്കാൻഡിനേവിയൻ കൺട്രിയുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അന്നു മുതലേ ഒരു ഈ സോവിയറ്റ് പക്ഷത്തേക്ക് അവർക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു. അന്നു മുതലേ അവിടെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളർന്നു വന്ന് പിന്നെ പല പ്രൊപ്പഗാൻഡകളുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നെ പതുക്കെ പോളണ്ട് പോയി, റൊമേനിയ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരും റിവോൾട്ടായി അത് അങ്ങനെ മാറ്റിയെടുക്കുന്നില്ല. ഇന്നിപ്പോൾ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ദിക്കിലും അന്ന് ഭരിച്ചിരുന്ന പാർട്ടി ഇല്ല. പാർട്ടി പല രാജ്യങ്ങളിലും ആ പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചുള്ള ആ പാർട്ടിയും പാർട്ടിയുടെ ആട്രിബ്യൂട്ട്സും നിരോധിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള പല രാജ്യങ്ങളുണ്ട്. ചില ദിക്കിൽ പാർട്ടിയുണ്ട്, പക്ഷേ അങ്ങനെ അവർക്ക് അതിനുള്ള ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്നില്ല. ഇപ്പോൾ റഷ്യ എന്നുള്ള റഷ്യയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പണ്ടുണ്ടായിരുന്ന ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർക്കില്ല. ഇപ്പം 10-40 വർഷത്തോളം അവിടെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മറ്റ് വിശേഷങ്ങൾ? ഞാൻ അവിടുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസാനം കൊല്ലം ഞാൻ അവിടെ തന്നെ ഒരു യുവതിയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ഇവിടെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഹൗസ് സർജൻസിയൊക്കെ ചെയ്ത് ലിസി ഹോസ്പിറ്റലാണ്. അതിനുശേഷം ഞാൻ ഗൗതം ഹോസ്പിറ്റലിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഡോക്ടർ ജോർജിൻ്റെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്, ഡോക്ടർ വി ജോർജ്. അതിനുശേഷമാണ് ഞാൻ മോസ്കോയിലേക്ക് പോയത്. അവിടെ മോസ്കോയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. മോസ്കോയിൽ നിന്ന് ശേഷം ഞാൻ ഉക്രൈനിലേക്ക് മാറി. ഉക്രൈനിലായിട്ട് ഇപ്പോൾ കുറേ കാലമായി സ്ഥിരമായിട്ട് ഉക്രൈനിലായിട്ട്. മക്കൾ ഒരു മകൻ. അവനിപ്പോൾ ഉക്രൈനിലല്ല, അവനിപ്പോൾ US ജോലി ചെയ്യണം. അവൻ അവിടേക്ക് പോയി. അപ്പോൾ ഇത്ര നേരം പരിപാടി സംസാരിച്ചതിൽ സന്തോഷം.